എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ എന്റെ അവസാനത്തെ സിഡ്നി വീഡിയോ ആണ്. ഇത്രയും ദിവസം സത്യം പറഞ്ഞാൽ ഞാൻ സിഡ്നി എത്തി 1 മാസമായി. പക്ഷേങ്കില് ഇവിടുത്തെ തണുപ്പോണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല തീരെ. അപ്പൊ പിന്നെ എന്തായാലും കുറേ ആയില്ലേ ഈ വീഡിയോ എടുത്തിട്ട് എന്തായാലും ഇന്നന്നെ എഡിറ്റ് ചെയ്തങ്ങ് ഇട്ടാലോന്ന് വിചാരിച്ചു. ഡിലേ ആയതിൽ എല്ലാരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഒരു വെജിറ്റേറിയൻ പപ്സ് പോലത്തെ ഒരു സാധനം എനിക്ക് ഈവനിങ് സ്നാക്കായിട്ട് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ഒരു ടേസ്റ്റ് അതിനുണ്ടായിരുന്നത്. ഒരു ഓവൻ ചെയ്തിട്ടുള്ള ഒരു ഫില്ലിംഗ് ഉള്ള ഒരു സാധനം. ഇതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഇതൊന്ന് കമന്റ് ചെയ്യൂ ട്ടോ. അപ്പൊ ഒന്ന് കടിച്ചു നോക്കിയപ്പോ അതിന്റെ ഉള്ളിൽ നല്ല പൊട്ടറ്റോന്റെ ഫില്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ഇന്ത്യൻ മസാലയൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് മാത്രല്ല, ഒരു കാപ്പിയും പിന്നെ ഈ സോൾട്ടഡ് പീനട്ട്സ് ഇല്ലേ അതും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുപ്പി വെള്ളവും ഉണ്ടേ. അപ്പൊ ഈ സോൾട്ടഡ് പീനട്ട്സ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടായി കേട്ടോ. നമ്മുടെ നാട്ടില് കിട്ടുന്ന കപ്പലണ്ടി പോലെയല്ല. അത് നല്ല വലുപ്പമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ കോഫീന്റെ കാര്യം പറയാൻ കോഫി എപ്പളും കയ്പ്പായിരിക്കുമല്ലോ. പിന്നെ പഞ്ചസാരയും വളരെ കുറവായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടായില്ല. എനിക്ക് എല്ലാത്തിനും നല്ല മധുരം വേണം. അങ്ങനെ ചായയും കാപ്പിയൊക്കെ കുടിച്ച് ഞാൻ സിഡ്നിയിലെത്തി. കാഴ്ചകളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്റെ ഫോണില് ചാർജ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ സേഫായി സിഡ്നിയിലെത്തി. ഇതാണ് എന്റെ ഹസ്ബൻഡ്. പുള്ളിക്കാരന്റെയൊക്കെ ഞാൻ എല്ലാ സാധനങ്ങളും കൈമാറി. എനിക്ക് സ്വസ്ഥായി സമാധാനായി. ഇനി ബാക്കി അദ്ദേഹം നോക്കിക്കോളുമല്ലോ. സിഡ്നി എയർപോർട്ട് അടിപൊളിയാണ്. അപ്പൊ ഈ സിഡ്നി എയർപോർട്ടിനെ പറ്റി പറയുകയാണെങ്കിലില്ലേ, ഇത് ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓസ്ട്രേലിയയിൽ ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് 1920ലാണ് ഓപ്പൺ ചെയ്തത്. ഇത് ഭയങ്കര ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ് ഓസ്ട്രേലിയയിൽ. പല സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര വിശാലമായിട്ടുള്ള സൂപ്പർ എയർപോർട്ടാട്ടോ. പിന്നെ എന്താ പറയാ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് വന്നത്. ഐ ആം റിയലി താങ്ക്ഫുൾ ടു എവ്രിവൺ. ഇത് പുറത്തെ കാഴ്ചകളാണ്. സത്യം പറഞ്ഞാ അന്തും കുന്തും ഇല്ലാത്ത അവസ്ഥയിൽ ഞാനിങ്ങനെ നോക്കി വണ്ടടിച്ച് നിക്കായിരുന്നു. കാരണം എന്താച്ചാല് എങ്ങോട്ടേക്കാ പോണ്ടേ, എവിടെയാ പോണ്ടേന്നൊന്നും അറിയില്ല. എന്റെ ഭർത്താവിന് പിന്നെ ഏകദേശം എല്ലാം അറിയുന്നോണ്ട് അദ്ദേഹത്തിനെ ഫോളോ ചെയ്തു. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് വരാനൊരു സ്ഥലം, പിന്നെ പ്രൈവറ്റ് വണ്ടികൾ വരാനൊരു സ്ഥലം, അങ്ങനെ എല്ലാമാണ് ഇവിടെ. ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം കാണാൻ സാധിച്ചു. പിന്നെ ഇനി നമുക്ക് കൂടുതൽ കാഴ്ചകളൊക്കെ കാണാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങള് വളരെ കുറച്ച് പേരെ കാണുന്നുള്ളൂ എങ്കിലും ഈ കാണുന്ന ആൾക്കാരോടെല്ലാം ഞാൻ താങ്ക് യു പറയുന്നു. താങ്ക് യു സോ മച്ച്. ലവ് യു ആൾ. ഗോഡ് ബ്ലെസ് യു. അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് മാത്രം നേരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സപ്പോർട്ടിങ് ചെയ്യുന്നതിന് താങ്ക് യു. താങ്ക് യു സോ മച്ച്. ബൈ.